നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വൻ ക്രമക്കേട് നടന്നു എന്ന ആരോപണം അത് തെളിവ് സഹിതം ഇന്ത്യ മുന്നണി ഇലക്ഷൻ കമ്മീഷന് കൈമാറിയിട്ടും അതിൻ്റെ പേരിൽ യാതൊരു നടപടിയും എടുക്കാത്തത് കൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജി സമർപ്പിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി. കൃത്യമായി പറഞ്ഞാൽ ഇതിനകത്ത് സുപ്രീം കോടതി അടിയന്തരമായി ഒരു നീക്കം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം ആഹ്വാനം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് തീയതികൾ വെവ്വേറെയാക്കിയതും വർഷങ്ങളായി തുടർന്നു വരുന്ന രീതികളെ മാറ്റിമറിച്ചതും എല്ലാം BJPയുടെ സൗകര്യാർത്ഥമായിരുന്നു എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു കാരണമാണ്. 20-ാം തീയതി, അതായത് നവംബർ 20-ാം തീയതി ഒറ്റഘട്ടത്തിൽ 288 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് ഏതടിസ്ഥാനത്തിലാണ്? പ്രശ്ന സങ്കീർണ മേഖലകൾ നിരവധിയുള്ള ജില്ലകൾ ഉള്ള മഹാരാഷ്ട്രയിൽ കുറഞ്ഞത് 3 ഘട്ടമായെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്ന മഹാരാഷ്ട്രയിൽ മൊത്തം 288 സീറ്റിലും ഒറ്റഘട്ടത്തിലാക്കിയത് BJPക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും കൃത്രിമത്വം കാണിക്കാൻ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനും ഒക്കെയാണ് എന്ന് വലിയ ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല, അധിക വോട്ടിംഗ് ശതമാനം 7.83%. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിക്ക് പരാതി നൽകിയിട്ട് ഇതുവരെ ഒരു ഉത്തരവുണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ബില്ല് അവതരിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ തന്നെ കുളം തോണ്ടാൻ BJP തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതിനായി അവർ ഏതറ്റം വരെയും പോകും. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ചരിത്രമാണ് അവരുടെ പൂർവികന്മാർക്കുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ നേതാവാണ് അവരുടെ സൈദ്ധാന്തികന്മാരിൽ ഒരാൾ എന്നുള്ളത് മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഹർജിയിൽ കോൺഗ്രസ് എടുത്തെടുത്ത് പറയുകയാണ്. നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കും അടിയന്തരാവസ്ഥയെ മറക്കാൻ കഴിയില്ല, ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത നാഴിക എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അടിയന്തരാവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യമാണ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൃത്യമായി വിവക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് ആരും മിണ്ടാത്തത് എന്ത് എന്ന് മല്ലികാർജുൻ ഖാർഗെ തിരിച്ച മറുപടി പ്രസംഗം രാജ്യസഭയിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കും എന്ന വെല്ലുവിളി നടത്തിയെങ്കിലും BJPക്ക് കേവല ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയില്ല. പൊതു തെരഞ്ഞെടുപ്പിലെ ഈ അസ്വസ്ഥത അവർക്ക് തുടക്കം മുതൽ തന്നെ നിഴലിച്ചു നിന്നു. പല സംസ്ഥാനങ്ങളിലും ഈ ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള വൻ നീക്കത്തിലാണ് BJP ഒരുങ്ങി നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അവരുടെ ചിരകാല അഭിലാഷമായിരുന്നു. ഏറ്റവും വലിയ സീറ്റാണ് BJPക്ക് ഇത്തവണ ഒറ്റകക്ഷി എന്ന നിലയിൽ ലഭിച്ചത്. ഇതിൽ കൃത്രിമത്വമുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്ന നന്ദേദിലെ റിസൾട്ടുമായി കൂട്ടുമുട്ടിക്കുമ്പോൾ ഇതിലെ അന്തരം എത്രത്തോളം എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചീഫ് ജസ്റ്റിസ് നടപടിയെടുക്കണം എന്ന ആവശ്യം കോൺഗ്രസ് വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത്. നേരത്തെ DY ചന്ദ്രചൂഡായിരുന്നു എങ്കിൽ ഇപ്പോൾ സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ്. തീർച്ചയായും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. അതാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അഭിഷേക് മനു സിംഗ്വി പറഞ്ഞിരിക്കുന്നത്.